ഞാൻ നിങ്ങൾക്ക് തന്ന ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എന്താണ് ക്വസ്റ്റ്യൻസ് എഴുതിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. ആ 4 ക്വസ്റ്റ്യൻ അന്ന് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ശ്രദ്ധിച്ചോളൂ. അക്കൗണ്ടൻസിയിൽ ഉണ്ടാവുന്ന അക്കൗണ്ടൻസിയിലെ സെക്കൻഡ് ചാപ്റ്റർ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, അക്കൗണ്ടിങ് ഫോർ പാർട്ണർഷിപ്പ് ബേസിക് കൺസെപ്റ്റ്. ഈ ക്ലാസ് ഈ പാർട്ണർഷിപ്പിന്റെ ഈ ചാപ്റ്റർ ഓൾറെഡി കഴിഞ്ഞതാണ്. അപ്പൊ റിവിഷന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇത് ചെയ്യുന്നത്. കേൾക്കുന്നുണ്ടോ? പ്രസന്റേഷൻ കാണുന്നുണ്ടോ? പ്രസന്റേഷൻ കാണുന്നുണ്ടോ? അവിടെ ആരോ അൺമ്യൂട്ട് ചെയ്ത് വെക്കുന്നുണ്ട്, അൺമ്യൂട്ട് ചെയ്യാത്തുണ്ടല്ലോ. പ്രസന്റേഷൻ കാണുന്നില്ലേ? കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഓക്കെ, ഓക്കെ. അപ്പൊ പാർട്ണർഷിപ്പിന്റെ ഈ എന്റെ ഒരു സ്ക്രീൻ കാണുന്നുണ്ടോ ചെറുതായിട്ട് അവിടെ? എന്റെ ഒരു സ്ക്രീൻ കാണുന്നുണ്ടോ നിങ്ങൾ അവിടെ? കാണുന്നുണ്ടോ? ഓക്കെ, എന്റെ ഫേസിന്റെ ചെറിയ ഭാഗം കാണുന്നുണ്ടോ? കാണുന്നുണ്ട് സാറേ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഓക്കെ. അക്കൗണ്ടിങ് ഫോർ പാർട്ണർഷിപ്പ് ബേസിക് കൺസെപ്റ്റ് എന്ന ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് കുറച്ച് ഏരിയാസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ഫുൾ ഏരിയാസ് ഉണ്ട്. ഇതിൽ പാർട്ണർഷിപ്പ് എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്, പാർട്ണർഷിപ്പിന്റെ ഡീഡ് എന്ന് പറഞ്ഞാൽ എന്താ പഠിച്ചിട്ടുണ്ട്, പിന്നെ പാർട്ണർഷിപ്പിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് പഠിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെല്ലാം ഇതിൽ പഠിച്ച ഓൾറെഡി എനിക്ക് എന്തെല്ലാം കുറച്ചെന്തൊക്കെ അറിയാം. ഇവിടെ പറയാനുള്ളത് ഫസ്റ്റ് വൺ, അക്കൗണ്ടിങ് ഫോർ പാർട്ണർഷിപ്പിന്റെ ഡെഫിനിഷൻ നിർബന്ധമായിട്ടും പഠിക്കേണ്ട സാധനമാണ്. പാർട്ണർഷിപ്പിന്റെ ആക്ട് വന്നത് 1932 പാർട്ണർഷിപ്പിന്റെ ആക്ട് വന്നത്. ഈ പാർട്ണർഷിപ്പിന്റെ ആക്ട് പ്രകാരം പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പേഴ്സൺ who have agreed to share the profit of the business carried on by all or any one of them acting for all. അതെന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടോ അതിലധികമോ ആൾക്കാർ കൂടി ചേർന്നിട്ട് തുടങ്ങുന്ന ഒരു നിങ്ങൾക്ക് അറിയാം, നിങ്ങളുടെ നാട്ടിലെല്ലാം പല രീതിയിലുള്ള പാർട്ണർഷിപ്പ് ഉണ്ടാവാറുണ്ട്. അപ്പൊ രണ്ടോ അതിലധികമോ ആൾക്കാർ കൂടി ചേർന്നിട്ട് അവരവരെ പ്രോഫിറ്റ് ഷെയർ ചെയ്യും. അതേമാതിരി അവരെ പ്രോഫിറ്റ് ഷെയർ ചെയ്തിട്ട് റിസ്ക് മീൻസ് ഓൾ റിസ്ക് അവരെന്ത് ചെയ്യുന്നു, ഷെയർ ചെയ്യുന്നു. ആ ഷെയർ ചെയ്തിട്ട് ഇപ്പം 4 പേരുണ്ട്, എയും ബിയും സിയും ഡിയും ഉണ്ട്, 4 പേരുണ്ട്. ഈ 4 പേരും ഒരാൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരാള് 4 പേർക്കും വേണ്ടിയിട്ടോ തുടങ്ങുന്ന ബിസിനസ് പാർട്ണർഷിപ്പാണ് എന്ത് പറയുന്നത്, ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ടിൽ പറയുന്നത് ഒരാള് എല്ലാവർക്കും വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എല്ലാവരും ഒരാൾക്ക് വേണ്ടിയിട്ടോ ചെയ്യുന്ന ബിസിനസിനെ പറഞ്ഞ പേരാണ് പാർട്ണർഷിപ്പ്. ഇതിൽ അവരെ പ്രോഫിറ്റ് ഷെയർ ചെയ്യും. ഡെഫിനിഷനിൽ പ്രോഫിറ്റിനെ കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, എന്തിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല, ലോസിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അതിന്റെ മീനിങ് എന്താ വെച്ച് കഴിഞ്ഞാൽ ലോസ് ഈസ് ആൾവേസ് ഈക്വൽ ടു പ്രോഫിറ്റ്. പ്രോഫിറ്റിൽ എന്താണോ പറഞ്ഞത് സെയിം ആസ് എന്തിലും വരുന്നുണ്ട്, ലോസിലും വരുന്നുണ്ട്. അതാണ് അവിടെ പറയുന്നത്. അപ്പൊ ഇവിടെ നോക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചോ, നമ്മൾ ഡെഫിനേഷൻ പാർട്ണർഷിപ്പ് ഈസ് ദി റിലേഷൻ ബിറ്റ്വീൻ പേഴ്സൺ ഹു ഹാവ് അഗ്രീഡ് ടു ഷെയർ ദ പ്രോഫിറ്റ് ഓഫ് ദി ബിസിനസ് carried on by all or any one of them acting for all. ഒരാള് എല്ലാവർക്കും വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എല്ലാവരും ഒരാൾക്ക് വേണ്ടിയിട്ടോ ചെയ്യുന്ന പരിപാടിക്ക് ബിസിനസിനെ പറഞ്ഞ പേരാണ് പാർട്ണർഷിപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ എന്താ ചെയ്യുക വെച്ച് കഴിഞ്ഞാല്, പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പാർട്ണർമാരുണ്ട്, അണ്ണനും തമ്പിയും. ഇവരുടെ ഫേമിന്റെ പേരാണ് അണ്ണൻ തമ്പി എന്നുള്ളത്. ഓക്കെ, 2 പാർട്ണർമാരെ അണ്ണനും തമ്പിയും. ഇവരുടെ പാർട്ണർഷിപ്പ് ബിസിനസിന്റെ പേരാണ് എന്ത്, അണ്ണൻ തമ്പി എന്നുള്ള ബിസിനസ്. ഇനി ഈ അണ്ണൻ തമ്പി എന്നുള്ള ഒരു പാർട്ണർഷിപ്പ് ഫേമില്
ഈ അണ്ണൻ തമ്പി എന്ന് പറയുന്ന സ്ഥാപനത്തിനെ പറയുന്ന പേരാണ് ഫേം. അണ്ണൻ തമ്പി എന്നുള്ള ബിസിനസിനെ പറഞ്ഞ പേരാണ് ഫേം എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വൺ. ഈ അണ്ണൻ തമ്പി എന്നുള്ള പാർട്ണർഷിപ്പ് ഫേമിലെ ഓരോ പാർട്ട്നേഴ്സിനെ പറഞ്ഞ പേരാണ്, ഓരോ ഇൻഡിവിജ്വൽ ആൾക്കാരെ പറഞ്ഞ പേരാണ് പാർട്ട്നേഴ്സ്. എന്താ പറഞ്ഞേ? അണ്ണനും തമ്പി രണ്ടാൾക്കാരുണ്ട്, അവര് കൂടി ചേർന്ന് ഒരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്. ആ ബിസിനസിന്റെ പേരാണ്, അവരുടെ പാർട്ണർഷിപ്പ് ഫേമിന്റെ പാർട്ണർഷിപ്പാണ് അണ്ണൻ തമ്പി ബിസിനസ്. ഈ അണ്ണൻ തമ്പി എന്നുള്ള ഇവരെ ഈ സ്ഥാപനത്തിന് പറഞ്ഞ പേരാണ് ഫേം എന്ന് പറയുന്നത്, പാർട്ണർഷിപ്പ് ഫേം. ഈ പാർട്ണർഷിപ്പ് ഫേമിലെ ഇൻഡിവിജ്വൽ ആൾക്കാരെ പറയുന്ന പേരാണ് ആരെന്ന് പറഞ്ഞ പാർട്ട്നേഴ്സ്. ഓക്കെ, അപ്പം ABCD എന്ന് പറഞ്ഞ 4 പാർട്ട്നേഴ്സ് ഉണ്ട്. ഇവരുടെ ഫേമിന്റെ പേരാണ് ABCD ഫേം എന്നാണ്. ഈ 4 പാർട്ട്നേഴ്സിന് പറയുന്ന ഇൻഡിവിജ്വൽ പറയുന്ന പേരാണ് പാർട്ട്നേഴ്സ്. ഇവരെല്ലാവരെയും കൂടി കളക്റ്റീവ്ലി പറയുന്ന പേരാണ് ഫേം എന്നുള്ളത്. ഓക്കെ, നമുക്ക് അതിനെ പറ്റി നോക്കാം. അതായത് ഒരു പാർട്ണർഷിപ്പ് ഫേമിലെ ഇൻഡിവിജ്വൽ ആൾക്കാരെ പറയുന്ന പേരാണ് പാർട്ട്നേഴ്സ് എന്നതും അവരെല്ലാവരും കളക്റ്റീവ്ലി പറയുന്ന പേരാണ് ഫേം എന്നതും. ക്ലിയർ? ഇൻഡിവിജ്വൽ പറഞ്ഞ പേരാണ് പാർട്ട്നേഴ്സ് എന്നും കളക്റ്റീവ്ലി പറയുന്ന പേരാണ് ഫേം എന്നും. ഇനി നെക്സ്റ്റ് വൺ, പാർട്ണർഷിപ്പിന്റെ ഫ്യൂച്ചേഴ്സ് എന്തെല്ലാമാണ്? ഒരു പാർട്ണർഷിപ്പിന്റെ ഫ്യൂച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസൾട്ട് ഓഫ് അഗ്രിമെന്റ്. പാർട്ണർഷിപ്പിൽ അഗ്രിമെന്റ് നിർബന്ധമാണ്. ആ അഗ്രിമെന്റ് എന്താവാം? ഓറൽ ആവാം, അല്ലെങ്കിൽ റിട്ടേൺ ആവാം. ഓറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വാക്കാലുണ്ടാകുന്ന അഗ്രിമെന്റിനെ പറഞ്ഞാൽ ഓറൽ എന്ന്, മറ്റൊന്ന് റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുതി ഉണ്ടാക്കുന്ന അഗ്രിമെന്റ് എന്നാണ്. ഈ റിട്ടേൺ അഗ്രിമെന്റിനെ പറഞ്ഞ പേരാണ് പാർട്ണർഷിപ്പ് ഡീഡ്. റിട്ടേൺ അഗ്രിമെന്റിനെ പറഞ്ഞ പേരാണ് പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറഞ്ഞത് റിട്ടേൺ അഗ്രിമെന്റിനെ പറഞ്ഞ പേരാണ്. ഇനി രണ്ടാമത്തത്, 2 or more persons. മിനിമം 2 പേര് പാർട്ണർഷിപ്പ് ഫേം തുടങ്ങുകയാണെങ്കിൽ മിനിമം എത്ര പേര് വേണം? 2 പേര് വേണം. മാക്സിമം ഒരു പാർട്ണർഷിപ്പ് ഫേം തുടങ്ങുകയാണെങ്കിൽ മാക്സിമം ഇവിടെ ശ്രദ്ധിക്കുക, 10 in the case of 10 in the case of ബാങ്കിങ് ബിസിനസ്, അതേഴ്സിൽ 20 in other cases. ഓക്കെ, ബാങ്കിങ് ബിസിനസ് ആണെങ്കിൽ 10ഉം അതിൽ കൂടുതലാണെങ്കിൽ 20 ആണ് വരുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഫുൾ ബിസിനസ് ആയിരിക്കണം. ബിസിനസ് ക്യാരിഡ് ഓൺ ബൈ ഓൾ ഓർ എനി വൺ ഓഫ് ദം ആക്ടിംഗ് ഫോർ ഓൾ. ലോഫുൾ പർപ്പസ് ആയിട്ടുള്ള ബിസിനസ് മാത്രമാണ്. നാലാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് ക്യാരിഡ് ഓൺ ബൈ ഓൾ എനി വൺ ഓഫ് ദം ആക്ടിംഗ് ഫോർ ഓൾ. ഇവർ ഒരാൾ എല്ലാവർക്കും വേണ്ടിയിട്ട് അല്ലെങ്കിൽ എല്ലാവരും ഒരാൾക്ക് വേണ്ടി കണ്ടക്ട് ചെയ്യുന്ന ബിസിനസ് ആയിരിക്കണം. പിന്നെ അഗ്രി ടു ഷെയർ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ത് ചെയ്യണം? ഷെയർ ചെയ്തുകൊണ്ടിരിക്കണം പാർട്ണർഷിപ്പ് തമ്മിൽ. പിന്നെ പാർട്ണേഴ്സിന്റെ ബാധ്യതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺലിമിറ്റഡ് ആണ്. പാർട്ണേഴ്സിന്റെ ബാധ്യതകൾ അൺലിമിറ്റഡ് ആണ്. പിന്നെ മ്യൂച്വൽ ഏജൻസി, പരസ്പര വിശ്വാസമാണ് പാർട്ണേഴ്സ് തമ്മിൽ. പ്രിൻസിപ്പൽസ് ആൻഡ് ഏജൻസി റിലേഷൻഷിപ്പ് ആയിരിക്കണം. നെക്സ്റ്റ് വൺ, 7ാമത്തെ പോയിന്റ് ആണ്, പാർട്ണേഴ്സ് തമ്മിൽ പ്രിൻസിപ്പൽസ് ആൻഡ് ഏജൻസി റിലേഷൻഷിപ്പ് ആയിരിക്കണം. ഓക്കെ, ശ്രദ്ധിച്ചോ എന്തെല്ലാം പറഞ്ഞു വെച്ച് കഴിഞ്ഞാല്, ഒരു PDF എടുക്കാണ്ട് ഞാൻ പറഞ്ഞ് കേൾക്കുന്നില്ലേ? കേൾക്കാത്ത പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ പറയണം കേട്ടോ. നമുക്ക് ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ വെച്ചിട്ട് എക്സാമ്പിൾ പറയാം. ഓൺലി എക്സാമ്പിൾ ആണ്, നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് രണ്ടിലൊരു എക്സാമ്പിൾ മാത്രമാണ്, വേറെ ഒന്നും അല്ല കേട്ടോ. ഇതിനെ വേറെ രീതിയിലൊന്നും നിങ്ങൾ വളച്ചൊടിക്കരുത്. ഓക്കെ, എന്താ വെച്ച് കഴിഞ്ഞാല്, ഒരു പാർട്ണർഷിപ്പ് ഫേം, നമ്മളെ സ്വപ്ന സുരേഷും പിന്നെ ആരായിരുന്നു ശരത്തും, അവർ 2 പേരും പാർട്ണർഷിപ്പ് ഫേം തുടങ്ങിയിട്ടുണ്ട്. സ്മഗ്ലിംഗ് ബിസിനസ്സാണ്, സ്വർണ്ണക്കടത്താ, ചെയ്യാൻ പറ്റുമോ? ഇല്ല, സ്മഗ്ലിംഗ് ബിസിനസ് ചെയ്യാൻ പാടില്ല. അതാണ് പാർട്ണർഷിപ്പ് മസ്റ്റ് ബി ക്യാരിഡ് ഓൺ ബൈ ലോഫുൾ ബിസിനസ് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഓരോന്നോരോന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാർട്ണർഷിപ്പിൽ പറയുന്ന ഫസ്റ്റ് പോയിന്റ് നിങ്ങൾ പ്രിന്റഡ് ബുക്കിൽ ഉണ്ട്, ഞാൻ ജസ്റ്റ് അവിടേക്ക് പോകുന്നുണ്ട്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ,
അഗ്രിമെന്റ് വേണം. അഗ്രിമെന്റ് നിർബന്ധമാണ്. ഒരു പാർട്ണർഷിപ്പ് ഫേം തുടങ്ങുകയാണെങ്കിൽ അഗ്രിമെന്റ് ആണ്. മനുഷ്യന്മാരാണ്, അടിപിടി നായാട്ടെല്ലാം ഉണ്ടാവാം. സ്വാഭാവികമായിട്ട് അഗ്രിമെന്റ് വേണം. അഗ്രിമെന്റ് ഒന്നെങ്കിൽ ഓറൽ ആവാം അല്ലെങ്കിൽ റിട്ടേൺ ആവാം. ഓറൽ അഗ്രിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്കാൽ പറയുന്നത് മാത്രമാണ് ഓറൽ അഗ്രിമെന്റ് എന്ന് പറയുന്നത്. റിട്ടേൺ അഗ്രിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുദ്ര പേപ്പറിൽ എഴുതിയിട്ടാണ് റിട്ടേൺ അഗ്രിമെന്റ് ഉണ്ടാക്കുക. സ്റ്റാമ്പ് പേപ്പറിൽ ഉണ്ടാകുമ്പോൾ വാടക എല്ലാം കൊടുക്കുന്ന സമയത്ത് ഉണ്ടാക്കുന്നില്ലേ, ഇറ്റ്സ് എ റിട്ടേൺ അഗ്രിമെന്റ്. റിട്ടേൺ അഗ്രിമെന്റ് ആണ് ഏറ്റവും ബെറ്റർ. കാര്യം എന്ന് വെച്ചാൽ ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പ്രൂഫായിട്ട് അത് എന്ത് ചെയ്യാം, പ്രൂഫായിട്ട് ചെയ്യാൻ പറ്റും. അപ്പം പ്രൂഫായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് എന്ത് പറഞ്ഞത്, റിട്ടേൺ അഗ്രിമെന്റ്. അതാണ് പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറഞ്ഞത്. പാർട്ണർഷിപ്പ് ഡീഡ് ഈസ് എ റിട്ടേൺ അഗ്രിമെന്റ് ആണ്. കുറച്ചുകൂടി പാർട്ണർഷിപ്പ് ഡീഡിനെ പറ്റി പറയാം. ഇനി നെക്സ്റ്റ് വൺ പറഞ്ഞതെന്ന് വെച്ചാല് രണ്ടാമത്തേത് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം 2 പേര് മിനിമം 2 പേര് വേണം പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ. മിനിമം 2 persons. മാക്സിമം എത്ര വെച്ചാൽ പാർട്ണർഷിപ്പിൽ പറയുന്നത് 100 ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ മിനിമം 2 പേര് മിനിമം വേണം. ഈ ബാങ്കിങ് ബിസിനസ് ആണ്. നമ്മൾ ഈ കോപ്പറേറ്റീവ് ബാങ്ക് എല്ലാം തുടങ്ങാറുണ്ട് നാട്ടിലെല്ലാം. ഈ പ്രവാസി എന്താണ് കോപ്പറേറ്റീവ് ബാങ്ക് എല്ലാം ഉണ്ടാവാറുണ്ട്, കാർഷിക ബാങ്ക് ഒക്കെ ഉണ്ടാവാറുണ്ട്. ഇതെല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ആൾക്കാർ പാർട്ണേഴ്സ് കൂടി ചേർന്നിട്ടുണ്ടെങ്കിൽ ഇൻ കേസ് ഓഫ് ബാങ്കിങ് ബിസിനസ് മിനിമം നമ്പർ ഓഫ് പേഴ്സൺസ് 10 ആൾക്കാർ. ബാക്കി ഏത് ബിസിനസ് ആണെങ്കിലും മാക്സിമം എത്ര, 20 ആൾക്കാർ. മിനിമം 2, മാക്സിമം 10 ഇൻ കേസ് ഓഫ് ബാങ്കിങ് ബിസിനസ്, 20 ഇൻ അതർ ബിസിനസ്. അതർ ബിസിനസ് മീൻസ് ഏത് ബിസിനസ്സും ആവാം. എന്താ മിനിമം എത്രയാണ്? ബാങ്ക് നിങ്ങളിപ്പോൾ തുടങ്ങുന്ന ഒരു കോപ്പറേറ്റീവ് ബാങ്ക് ആണ്, മിനിമം എത്ര ആൾക്കാർ പറ്റുള്ളൂ? 10 ആൾക്കാർ പറ്റുള്ളൂ. മൂന്നാമത്തെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ പ്രിന്റ് ഔട്ടിലുണ്ട് കേട്ടോ, അതൊക്കെ നോട്ട്ബുക്കിലുണ്ടേ, നിങ്ങളെ പ്രിന്റ് ഔട്ടിലുണ്ടാവും ഇതൊക്കെ. മൂന്നാമത്തെ പറഞ്ഞു കഴിഞ്ഞാൽ എക്സിസ്റ്റൻസ് ഓഫ് ബിസിനസ്. അതായത് നേരത്തെ പറഞ്ഞു എക്സിസ്റ്റൻസ് ഓഫ് ബിസിനസ് എന്ന് കഴിഞ്ഞാൽ ബിസിനസ് തുടങ്ങുന്നത് പ്രിന്റ് ഔട്ടിലുണ്ട് സാധനം കേട്ടോ. എക്സിസ്റ്റൻസ് ഓഫ് ബിസിനസ് ഈസ് മസ്റ്റ് ബി ലോഫുൾ ആയിട്ടുള്ള ബിസിനസ് ആയിരിക്കണം. സ്വർണ്ണക്കടത്ത് പറ്റില്ല, ബിസിനസ് ആണ്. സ്വർണ്ണക്കടത്തില് സ്വപ്നയും ഇവരൊക്കെ അഗ്രിമെന്റ്, ശിവശങ്കറൊക്കെ അഗ്രിമെന്റ് ഉണ്ട്, ഓക്കെ അഗ്രിമെന്റ് ഉണ്ട്, ബിസിനസ് ഉണ്ട്. പക്ഷെ ബിസിനസ് അഗ്രിമെന്റ് ഒരു കാര്യമില്ല. ബിസിനസ് എന്തായിരിക്കണം, ലോഫുൾ ആയിട്ടുള്ള ബിസിനസ് ആയിരിക്കണം. ഓക്കെ, ലോഫുൾ ബിസിനസ് വാറ്റി പറ്റില്ല, സ്മഗ്ലിംഗ് പറ്റില്ല, നാർക്കോട്ടിക്സ് പറ്റില്ല. അതെല്ലാം മീൻസ് പക്ക. പിന്നെ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മ്യൂച്വൽ ഏജൻസി. മ്യൂച്വൽ ഏജൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ണേഴ്സ് തമ്മിൽ മ്യൂച്വൽ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം. അതായത് 4 പാർട്ണർമാരൊക്കെ ഉണ്ട്, എയും ബിയും സിയും. പരസ്പരം എയും ബിയും സിയും 3 ആൾക്കാരാണ്, 3 പാർട്ണർമാരുണ്ട്. എ എന്തെന്ന് വിദേശത്ത് ടൂർ പോയി. അപ്പം ബിയും സി എന്ത് ചെയ്യണം, അവര് ബിസിനസ് കണ്ടക്ട് ചെയ്യണം. നമ്മൾ ഡെഫിനിഷനിൽ പറഞ്ഞു ഒരാള് എല്ലാവർക്കും വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എല്ലാവരും ഒരാൾക്ക് വേണ്ടിയിട്ടോ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കണം പാർട്ണർഷിപ്പ്. ദാറ്റ് ഈസ് മ്യൂച്വൽ ഏജൻസി. ഓക്കെ, നെക്സ്റ്റ് വൺ ഷെയർ ഓഫ് പ്രോഫിറ്റ്. ഷെയർ ഓഫ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ണർഷിപ്പ് ഫേമിന്റെ പ്രോഫിറ്റ് എന്തായിരിക്കണം, ഷെയർ ആയിരിക്കണം. ഏത് റേഷ്യോയിലാണോ നിങ്ങൾ ഷെയർ ചെയ്യുന്നത് സെയിം റേഷ്യോയിൽ എന്തായിരിക്കണം, ലോസും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. പ്രോഫിറ്റ് ഏത് റേഷ്യോയിലാണ് നിങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് സെയിം റേഷ്യോയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ലോസും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ആരോ മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് വെച്ചാൽ അൺലിമിറ്റഡ് ലയബിലിറ്റി. നമ്മൾ സ്വപ്നയും ശരത്തും പാർട്ണർഷിപ്പ് തുടങ്ങിയിട്ടുണ്ട്, സ്മഗ്ലിംഗ് ബിസിനസ് ആയി, സ്വാഭാവികമായിട്ടും പിടുത്തം വിട്ടു. ഇനി ഇവർക്ക് കൊടുക്കുന്ന ബാധ്യതകളൊക്കെ എന്ത് ചെയ്യണം, സ്വപ്നന്റെ പ്രോപ്പർട്ടി വിൽക്കണം, ശരത്തിന്റെ പ്രോപ്പർട്ടി വിൽക്കണം, എന്നിട്ട് ആ പൈസ മൊത്തം ഗവൺമെന്റിലേക്ക് അടക്കണം, ഫൈനും കാര്യമെല്ലാം വരും. അതായത് പാർട്ണർഷിപ്പ് ഫേമിൽ നമ്മൾ ദേവയും അസുരയും വിചാരിച്ചോ, ദേവയും അസുരനും പാർട്ണർഷിപ്പ് ഫേമിൽ ദേവയും അസുരയും ഉണ്ടാക്കിയിട്ടുള്ള പാർട്ണർഷിപ്പ് ഫേമിൽ നഷ്ടം വന്നു, ലോസ് വന്നു, കുറെ ബാധ്യതകൾ കൊടുക്കാനായി. കുറെ ബാധ്യതകൾ കൊടുക്കാനുണ്ട്. അപ്പൊ നിങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാല് കുറെ ബാധ്യതകൾ കൊടുക്കാനുണ്ട്. ആ ബാധ്യതകൾ കൊടുക്കാനുള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ലയബിലിറ്റി ബിസിനസ് ഒന്നും കിട്ടിയില്ല. അപ്പൊ നമ്മൾ പേഴ്സണൽ പ്രോപ്പർട്ടീസ് വീടിന്റെ ആധാരമൊക്കെ പണയം വെച്ചിട്ടൊക്കെ ലോസ് മീറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, ആ കാര്യങ്ങളാണ് അൺലിമിറ്റഡ് ലയബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂച്വൽ ട്രസ്റ്റ്. മ്യൂച്വൽ ട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പര വിശ്വാസം വേണം. അതായത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യണം, ഭയങ്കര വിശ്വാസം വേണം. അതായത് നമ്മളെ അഡാർ ലവ് ഫിലിമിലെ മാതിരി അവർ തമ്മിൽ പരസ്പര വിശ്വാസം ഇല്ലാത്തതുകൊണ്ടായിരുന്നു അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ക്ലോസ് ചെയ്തത്. എന്തായിരുന്നു ആ പെൺകുട്ടിയുടെ പേര് മറന്നുപോയി.
അതായത് പരസ്പര വിശ്വാസം ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, ഏത് റിലേഷൻഷിപ്പ് പാർട്ണർഷിപ്പ് ഫേം അല്ല, ഏത് റിലേഷൻഷിപ്പ് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക് ആയിട്ട് ക്ലോസ് ചെയ്ത് പോകും. ഓക്കെ. പിന്നെ രജിസ്ട്രേഷൻ ഒരു പാർട്ണർഷിപ്പ് ഫേം രജിസ്റ്റർ ചെയ്യണോ വേണ്ടേ എന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്, നിങ്ങളെ ഓപ്ഷനാണ്. പക്ഷെ കമ്പൽസറി അല്ല. പാർട്ണർഷിപ്പ് ഫേം എന്ത് ചെയ്യണം, ഇത് ചെയ്യണം എന്നുള്ളത് നോട്ട് എ കമ്പൽസറി. ഓക്കെ. ഇത്ര കാര്യങ്ങളാണ് ഫസ്റ്റ് പറയുന്നത്. നെക്സ്റ്റ് വൺ പാർട്ണർഷിപ്പ് ഡീഡ്. പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ണർഷിപ്പ് ഡീഡ് ഈസ് എ റിട്ടൺ ഡോക്യുമെന്റ് ആണ്, റിട്ടൺ എഗ്രിമെന്റ് ആണ്. റിട്ടൺ എഗ്രിമെന്റ് പറഞ്ഞ പേരാണ് പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ പാർട്ണർഷിപ്പ് ഡീഡ് റിട്ടൺ എഗ്രിമെന്റിൽ എന്താ വെച്ചാൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് പാർട്ണേഴ്സ് ഉണ്ടാവുക, പാർട്ണേഴ്സിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടാവുക. ഓക്കെ. അതായത് എന്തെല്ലാം റൂൾസ് ആൻഡ് റെഗുലേഷൻ, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും പാർട്ണർഷിപ്പ് ഫേമിൽ, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാവുക. എക്സാമിന് ചോദിക്കാറുണ്ട് ഡീഡിന്റെ പാർട്ണർഷിപ്പ് ഡീഡ് എന്താണ് പാർട്ണർഷിപ്പ് ഡീഡിന്റെ കുറെ കണ്ടന്റ്സ് എന്തെല്ലാം പാർട്ണർഷിപ്പ് ഡീഡ് ഉണ്ടാവുക. പാർട്ണർഷിപ്പ് ഡീഡിന്റെ ഫോർമാറ്റ് ജസ്റ്റ് നോക്കാം പെട്ടെന്നായിട്ട്. ഓക്കെ. പാർട്ണർഷിപ്പ് ഈസ് എൻ അഗ്രിമെന്റ് ബിറ്റ്വീൻ 2 or more പേഴ്സൺ, രണ്ടോ അതിലധികം പാർട്ണേഴ്സ് തമ്മിലുള്ള ഒരു അഗ്രിമെന്റ് പറഞ്ഞാൽ പാർട്ണർഷിപ്പ് അഗ്രിമെന്റ്. ഇറ്റ് മേ ബി ഓറൽ ആവാം, റിട്ടേൺ ആവാം. പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞ അഗ്രിമെന്റ് മേ ബി ഓറൽ ആവാം, റിട്ടേൺ ആവാം. ഇതുവരെ പാർട്ണർഷിപ്പ് എന്താ പറഞ്ഞിട്ടില്ല, ഇവിടെ പറയുന്നുണ്ട്. പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടേൺ ഡോക്യുമെന്റ്, റിട്ടേൺ അഗ്രിമെന്റ് പറഞ്ഞ പേരാണ് എന്ത്, വേറെ ഇന്ന റൈറ്റിംഗ് അഗ്രിമെന്റ് റൈറ്റിംഗ് ആണെങ്കിൽ അതിനെ പറഞ്ഞ പേരാണ് പാർട്ണർഷിപ്പ് റൈറ്റിംഗ് ആണ് പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറഞ്ഞാൽ. ഇറ്റ് കണ്ടെയ്ൻ ദ ടേംസ് ആൻഡ് കണ്ടീഷൻ റിലേറ്റ് ടു ദി പാർട്ണർഷിപ്പ്. പാർട്ണർഷിപ്പ് തമ്മിലുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻ, എന്തെല്ലാം അവിടെ കാര്യങ്ങൾ ചെയ്യണം, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യേണ്ട എന്നുള്ള ഫുൾ ടേംസ് ആൻഡ് കണ്ടീഷൻ അവിടെ പറയുന്നത്. പിന്നെ എന്തെല്ലാം കാര്യങ്ങൾ എക്സാമിന് 4 മാർക്കിന് എക്സാമിന് പ്രതീക്ഷിച്ചോളൂ. വാട്ട് ആർ ദ കണ്ടന്റ്സ് ഓഫ് പാർട്ണർഷിപ്പ് ഡീഡ്. പാർട്ണർഷിപ്പ് ഡീഡിലെ കണ്ടന്റ്സ്, ഫസ്റ്റ് വൺ നെയിം ഓഫ് ദി ഫേം, രണ്ടാമത്തെ നെയിം ആൻഡ് അഡ്രസ് ഓഫ്, അതായത് ഓരോ സ്ഥാപനത്തിന്റെ പേര്, സ്ഥാപനത്തിന്റെ നെയിം ആൻഡ് അഡ്രസ് ഓഫ് പാർട്ണേഴ്സിന്റെ, ഓരോ പാർട്ണേഴ്സിന്റെ പേര്, നാച്ചർ ഓഫ് ബിസിനസ്, പിന്നെ പ്രിൻസിപ്പ് എവിടെയാണോ നിങ്ങൾ ബിസിനസ് നിൽക്കുന്നത് അവിടെ, പിന്നെ എത്ര വർഷത്തേക്കാണോ നിങ്ങൾ ബിസിനസ് ഉള്ളത് അത്, പിന്നെ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട്, ഓരോ പാർട്ണേഴ്സ് കൊണ്ടുവന്ന ക്യാപിറ്റൽ, പിന്നെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, എത്ര റേഷ്യോയിലാണ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കൊടുക്കുന്നത്, പിന്നെ പാർട്ണേഴ്സിന്റെ സാലറി, പിന്നെ പാർട്ണേഴ്സിന് എമൗണ്ട് ഓഫ് ഡ്രോയിങ്സ്, പിന്നെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഡ്രോയിങ്സ്, കാര്യങ്ങൾ. ഇത്ര കാര്യങ്ങളാണ് പാർട്ണർഷിപ്പിന്റെ 4 മാർക്കിന് എക്സാം ചോദിക്കാറുണ്ടാവുക. ഓക്കെ. അതായത് പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറഞ്ഞാൽ റിട്ടേൺ എഗ്രിമെന്റ് ആണ്. പാർട്ണേഴ്സ് തമ്മിലുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് ആണ്. സ്റ്റാമ്പ് പേപ്പറിൽ എഴുതി വെച്ച് സൈൻ ചെയ്യുന്ന പേപ്പറാണ്. അതിൽ എന്തെല്ലാം ഉണ്ടാവുക എന്ന് വെച്ചാൽ പാർട്ണർഷിപ്പ്. ഇപ്പൊ ദേവാസുര എന്ന ദേവയും അസുരയും പാർട്ണേഴ്സ് ആണ്. ദേവാസുര എന്നുള്ള ഫേം ആണ്. ദേവാസുരത്തിൽ പറയുന്നത് വെച്ചാൽ 2 പാർട്ണർമാരുള്ളത്. അപ്പൊ നെയിം ഓഫ് ദി ഫേം, അതായത് കണ്ടന്റ്സ് വെച്ചാൽ നെയിം ഓഫ് ദി ഫേം എന്ന് പറഞ്ഞാൽ ദേവാസുരം. ക്ലിയർ. നെയിം ആൻഡ് അഡ്രസ് ഓഫ് പാർട്ണേഴ്സ് ദേവ ആൻഡ് അസുര, ദേവന്റെ അഡ്രസ്, അസുരന്റെ അഡ്രസ്. നാച്ചർ ഓഫ് ബിസിനസ്, എന്ത് തരത്തിലുള്ള ബിസിനസ്, ഒന്നെങ്കിൽ സ്മഗ്ലിംഗ് പറ്റില്ല, വേറെ എന്തെങ്കിലും മെഡിസിൻ ബിസിനസ് എന്തെങ്കിലുമൊക്കെ ആവാം. ഓക്കെ. പിന്നെ പ്ലേസ് ഓഫ് ബിസിനസ്, നീ എവിടെയാണ് നിങ്ങൾ ബിസിനസ് കണ്ടിരുന്നത്, കാലിക്കറ്റ് ആണെങ്കിൽ കാലിക്കറ്റ്, എത്ര രൂപ ക്യാപിറ്റൽ കൊണ്ടുവന്നു, എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്ത്, ഓരോരുത്തരും എത്ര രൂപക്ക് വിഡ്രോ ചെയ്യാം, അത് കാര്യങ്ങൾ. പിന്നെ അവർക്ക് പിന്നെ അവർ പറഞ്ഞത് അവർക്ക് ഉണ്ടാവുന്ന സാലറി, പിന്നെ അവർക്കുണ്ടാവുന്ന കമ്മീഷൻ, കാര്യങ്ങളെല്ലാം അവിടെ പറയുന്നു. ലാസ്റ്റ് പോയിന്റ്, ഫസ്റ്റ് ഇതൊക്കെ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് പാർട്ട് കംപ്ലീറ്റ് ആവും. വേറെ ലിങ്ക് ഷെയർ ചെയ്ത് ഫസ്റ്റ് തിയറി പാർട്ടാണ്. നെക്സ്റ്റ് വൺ, പാർട്ണർഷിപ്പ് ഡീഡ് ഇല്ലെങ്കിൽ പാർട്ണർഷിപ്പ് ഫേം ഉണ്ടാവോ? പാർട്ണർഷിപ്പ് ഡീഡ് ഇല്ലെങ്കിൽ പാർട്ണർഷിപ്പ് ഫേം ഉണ്ടാവും. പാർട്ണർഷിപ്പ് ഉണ്ടാണെങ്കിൽ അഗ്രിമെന്റ് മതി. അത് ഓറൽ ആവാം, റിട്ടേൺ ആവാം. ക്ലിയർ. ക്വസ്റ്റ്യൻ ചോദിക്കും, പാർട്ണർഷിപ്പ് ഡീഡ് ഇല്ലെങ്കിൽ പാർട്ണർഷിപ്പ് ബിസിനസ് ഉണ്ടാവോ? ഉണ്ടാവും. എന്തിന്റെ ബേസിൽ? ഓറൽ അഗ്രിമെന്റിന്റെ ബേസിൽ പാർട്ണർഷിപ്പ് ഫേം ഉണ്ടാവും. പാർട്ണർഷിപ്പ് ഡീഡ് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടേൺ അഗ്രിമെന്റ് ആണ്. ഓക്കെ. അപ്പം ഓറലിന്റെ ബേസിൽ പാർട്ണർഷിപ്പ് ഫേം ഉണ്ടാവുമല്ലോ. അങ്ങനെയാണെങ്കിൽ പാർട്ണർഷിപ്പ് ഡീഡ് ഇല്ല ഫേമില്, റിട്ടേൺ ആയിട്ടുള്ള അഗ്രിമെന്റ് ഇല്ല. പാർട്ണേഴ്സിന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ഈ ചാപ്റ്ററിലെ എക്സാമിന് തിയറി ക്വസ്റ്റ്യൻസ് കാര്യങ്ങളെല്ലാം ചോദിക്കാറുണ്ട്. ഓക്കെ, നമുക്ക് അവിടേക്ക് പോവാം. ശ്രദ്ധിച്ചോ. റൂൾ അപ്ലിക്കബിൾ ഇൻ ദി കേസ് ഓഫ് ആബ്സെൻസ് ഓഫ് പാർട്ണർഷിപ്പ് ഡീഡ്. പാർട്ണർഷിപ്പ് ഡീഡ് ഇല്ല, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? പ്രോഫിറ്റ് ഷെയർ റേഷ്യോ ഈക്വൽ ആയിട്ട് കൊടുക്കണം.
ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, പാർട്ണേഴ്സിന് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, നോ പാർട്ണേഴ്സ് ഈസ് എൻറ്റൈൽഡ് ടു ക്ലെയിം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പാർട്ണേഴ്സിന് കൊടുക്കാൻ പാടില്ല. നെക്സ്റ്റ് വൺ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, പാർട്ണേഴ്സിന് എന്ത് ചെയ്യാൻ പാടില്ല, നോ ഇൻട്രസ്റ്റ് ഈസ് ചാർജ്, പാർട്ണേഴ്സിന് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യാൻ പാടില്ല. ഇൻട്രസ്റ്റ് ഓൺ ലോൺ, അഡ്വാൻസ്, ഇൻട്രസ്റ്റ് ഓൺ ലോണോ അല്ലെങ്കിൽ അഡ്വാൻസോ മാക്സിമം പാർട്ണേഴ്സിന് ഇൻട്രസ്റ്റ് ലോൺ കൊടുക്കാം, പക്ഷേ മാക്സിമം എത്ര പെർസെന്റേജ് കൊടുക്കാൻ പാടുള്ളൂ, 6%. പാർട്ണേഴ്സ് സാലറി കമ്മീഷൻ കൊടുക്കാൻ പറ്റുമോ, ഇല്ല. നോ പാർട്ണേഴ്സ് ഈസ് എൻറ്റൈൽഡ് ടു ഗെറ്റ് സാലറി ഓർ റെമ്യൂണറേഷൻ, പാർട്ണേഴ്സിന് സാലറി റെമ്യൂണറേഷൻ കൊടുക്കാൻ പാടില്ല. അപ്പം എന്തൊക്കെ പാർട്ണർഷിപ്പ് ഡീഡ് ഇല്ല, പാർട്ണർഷിപ്പ് ഡീഡ് ഇല്ലെങ്കിൽ പാർട്ണർഷിപ്പ് ഫേം ഉണ്ടായിരിക്കും, എന്തിന്റെ ബേസിൽ, ഓറൽ അഗ്രിമെന്റ് ബേസിൽ. ഓക്കെ, നെക്സ്റ്റ് വൺ, പാർട്ണർഷിപ്പ് ഡീഡ് ഇല്ലെങ്കിൽ പാർട്ണേഴ്സിനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്യണം. ആദ്യം പാർട്ണർഷിപ്പ് ഇവർ പറഞ്ഞു 1:2:3 ചെയ്യാൻ പാടില്ല, ഈക്വൽ 1:1:1. സെക്കൻഡ് വൺ, പ്രോഫിറ്റ് ഷെയർ റേഷ്യോ ഈക്വൽ, ലോസ് ഈസ് ആൾവേസ് ഈക്വൽ. നെക്സ്റ്റ് വൺ, ഇൻട്രസ്റ്റ്, പാർട്ണേഴ്സിന് എന്ത് ചെയ്യാൻ പാടില്ല, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കാൻ പാടില്ല, ഇൻട്രസ്റ്റ് ക്യാപിറ്റലിന് മുകളിൽ ഇൻട്രസ്റ്റ് കൊടുക്കാൻ പാടില്ല. പാർട്ണേഴ്സിന് മുകളിൽ ലോൺ ചാർജ്, ഇൻട്രസ്റ്റ് ഓൺ ലോൺ ചാർജ് ചെയ്യാൻ പാടില്ല, സോറി, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ചാർജ് ചെയ്യാൻ പാടില്ല, പാർട്ണേഴ്സിന്റെ ലോണിന്റെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ചാർജ് ചെയ്യാൻ പാടില്ല. നെക്സ്റ്റ് വൺ, ലോൺ കൊടുക്കാം, പാർട്ണേഴ്സിന് ലോൺ കൊടുക്കാം, ബിസിനസ്സിലേക്ക് പാർട്ണർ ആവശ്യം ഉണ്ടാകുമ്പോൾ ലോൺ കൊടുക്കാം, പക്ഷേ എത്ര ശതമാനം ഇൻട്രസ്റ്റ് കൊടുക്കാൻ പാടുള്ളൂ, 6% മാക്സിമം ഇൻട്രസ്റ്റ് കൊടുക്കാൻ പാടുള്ളൂ. ഓക്കെ, അതിന് മുകളിൽ കൊടുക്കാൻ പാടില്ല. ലാസ്റ്റ് വൺ, പാർട്ണേഴ്സിന് സാലറി കമ്മീഷൻ കാര്യങ്ങൾ കൊടുക്കാൻ പാടില്ല. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ എക്സാം ക്വസ്റ്റ്യൻ, എയും ബിയും പാർട്ണർമാരാണ്. എക്ക് എന്റെ മകനെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ ഇല്ലേ, ബി എതിർത്തു, ബി അതിനെതിരെ ഒബ്ജക്ട് ചെയ്തു. എയും ബിയും പാർട്ണർഷിപ്പ് ഫേമാണ്, എയും ബി പാർട്ണറാണ്, എന്റെ മകനെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരണം എക്ക്, ബി അതിനെ എതിർത്തു. അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഒരു പാർട്ണറെ കൊണ്ടുവരാനും ഒരു പാർട്ണറെ ബിസിനസ്സിൽ നിന്ന് പോവുകയാണെങ്കിലും എല്ലാ പാർട്ണേഴ്സിനും കൺസെന്റ് വേണം. ഒരു പാർട്ണറിന്റെ എല്ലാ പാർട്ണേഴ്സിനും കൺസെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ, ഓൾ പാർട്ണേഴ്സിന് കൺസെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു പാർട്ണേഴ്സിന് ബിസിനസ്സിൽ നിന്ന് കൊണ്ടുപോകാനോ ഒരു ബിസിനസ്സിലേക്ക് കൊണ്ടുവരാനോ ഒരു ബിസിനസ്സിൽ നിന്ന് റിമൂവ് ചെയ്യാനോ പറ്റുള്ളൂ. ഓക്കെ, എക്സാം ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, ഇത്ര കാര്യങ്ങളാണ് ഫസ്റ്റ് പാർട്ട് എടുക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യാം, ഇതിന് നെക്സ്റ്റ് ലിങ്ക് ഇപ്പൊ അയച്ചുതരാം. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ജസ്റ്റ് റിവൈസ് ചെയ്യുക. ജസ്റ്റ് ഒരു 5 മിനിറ്റ് നെക്സ്റ്റ് ലിങ്ക് അയച്ചുതരും. എന്താണ് പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു, പാർട്ണർഷിപ്പിന്റെ ഫ്യൂച്ചേഴ്സ് പറഞ്ഞു, പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് എന്താ പറഞ്ഞു, പാർട്ണർഷിപ്പ് ഡീഡിന് ശേഷം നമ്മൾ പറഞ്ഞു പാർട്ണർഷിപ്പ് ഡീഡ് ഇല്ലെങ്കിൽ എന്തെല്ലാം കാര്യം ചെയ്യാൻ പറ്റും. ഉറപ്പായിട്ടും എക്സാം ചോദിക്കുന്ന ഏരിയാസ് ആണ്. ഇത് കഴിഞ്ഞിട്ട് ഇപ്പൊ നെക്സ്റ്റ് ലിങ്ക് അയക്കുന്ന സമയത്ത് നമുക്ക് പ്രോബ്ലത്തിന്റെ ഏരിയയാണ്. അപ്പൊ തൽക്കാലം എന്ത് ചെയ്യുന്നത്, ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് വെക്കുക. ഓക്കെ, പുതിയ ലിങ്ക് ഞാൻ ഇപ്പൊ തന്നെ അയച്ചുതരാം കേട്ടോ. ഓക്കെ.